വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. അപ്പൊ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്നതിന്റെ മറ്റൊരു വാക്കാണ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. നമ്മൾ ഈ ട്രഡീഷണൽ അക്കൗണ്ടൻസിയിലെ അതൊരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ അവിടെ ഇപ്പൊ എന്താണോ അക്കൗണ്ടിങ്ങിന്റെ അവസാന ഡേറ്റിൽ എന്താണോ പർച്ചേസിങ് പവർ, ആ സമയത്ത് ഇൻഫ്ലേഷൻ എന്താണോ അതനുസരിച്ചല്ല അവിടെ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ഒക്കെ വരയ്ക്കുന്നത്. അവിടെ ആ അസറ്റ് വാങ്ങിച്ച ആ ഡേറ്റിൽ അസറ്റിന് എന്താണ് കോസ്റ്റ്, അതാണ് അക്കൗണ്ടിങ്ങിന്റെ അവസാനത്തെ ഡേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ സാലറി ആയാലും വേജസ് ആയാലും ഓരോ ഓപ്പറേറ്റീവ് എക്സ്പെൻഡിച്ചർ ആയാലും അതൊക്കെ ചെലവായ സമയത്ത് എന്താണോ അതിന്റെ എമൗണ്ട്, ആ എമൗണ്ടിലാണ് അത് ഇൻകം സ്റ്റേറ്റ്മെന്റിലും ബാലൻസ് ഷീറ്റിലും കാണിക്കുന്നത്. ഇപ്പോ അതുപോലെ തന്നെ ലാബിലിറ്റീസ്, എല്ലാ അസറ്റും അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിലാണ് കാണിക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റിലും ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് ശരിക്കുള്ള ഒരു പർച്ചേസിങ് പവർ, ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റുള്ള പർച്ചേസിങ് പവർ റിഫ്ലക്ട് ചെയ്യാൻ ആ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ വരയ്ക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് സാധിക്കില്ല. ഇൻഫ്ലേഷൻ കണക്കെടുക്കണില്ല. ഇപ്പൊ ജൂലൈ 1 ഒരു അസറ്റിന്റെ വില 2 ലക്ഷം കാണിച്ചാൽ മാർച്ച് 31 അസറ്റിന്റെ വില 2 ലക്ഷം കാണിച്ചാൽ പോരാ. അവിടെ ഇൻഫ്ലേഷൻ വന്നു, അപ്പൊ അസറ്റിന്റെ വിലയിൽ ചേഞ്ച് വന്നു, അസറ്റിന്റെ വില 2 ലക്ഷമായി. അത് റീവാലുവേഷൻ കൊണ്ട് വന്നല്ല കേട്ടോ, ഇൻഫ്ലേഷൻ കൊണ്ട് വന്നാണ്. അപ്പൊ അത് കാണിക്കണില്ല. അപ്പൊ ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ വരയ്ക്കുന്ന ട്രഡീഷണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മാറ്റം വരുത്തിയിട്ട് പുതിയ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ട് 4 മെത്തേഡ്സ് ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഒന്ന് കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്, അടുത്ത കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ്, അടുത്ത സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ അക്കൗണ്ടിങ്, അടുത്ത പീരിയോഡിക് റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അലോങ് വിത്ത് ദി അഡോപ്ഷൻ ഓഫ് ലിഫോ മെത്തേഡ് ഓഫ് ഇൻവെന്ററി. നമുക്ക് ആദ്യം കറന്റ് കോസ്റ്റ് അക്കൗണ്ടൻസി നോക്കാം. കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ആ മെത്തേഡ് ഉപയോഗിച്ചു. അപ്പൊ കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് കറന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. മാറ്റി വരയ്ക്കണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ വരച്ചതിന് മാറ്റി വരയ്ക്കണം. അപ്പൊ സെയിൽസ് കാണിക്കുക, പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആസ് ഇൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ട്സ് കാണിക്കുക. അന്ന് മൈനസ് ചെയ്യുക. കറന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ മൈനസ് ചെയ്യണം. ആദ്യം മൈനസ് ചെയ്യാനുള്ളത് COSA വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിക്കുക. COSA വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യുക. അത് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് COSA വെച്ച്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ അടുത്ത് മൈനസ് ചെയ്യാനുള്ള MWCA മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഇതെല്ലാം ഇൻഫ്ലേഷൻ കണക്കിലെടുത്തിട്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ കാണിക്കുന്ന ഫിഗേഴ്സിനെ റീകാൽക്കുലേറ്റ് ചെയ്യാണ്. ഇൻഫ്ലേഷൻ കണക്കിലെടുത്ത് ഇപ്പോഴത്തെ പർച്ചേസിംഗ് പവർ കണക്കിലെടുത്ത്. അപ്പൊ നിങ്ങൾക്ക് കറന്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ചില ഐറ്റംസ് ആഡ് ചെയ്യണം. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആഡ് ചെയ്യുക. അത് ഇൻട്രസ്റ്റ് പേയബിൾ മൈനസ് ചെയ്യുക. അപ്പൊ കറന്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അത് ഇൻകം ടാക്സ് മൈനസ് ചെയ്യുക. അപ്പൊ കറന്റ് കോസ്റ്റ് ആഫ്റ്റർ ടാക്സേഷൻ കിട്ടും. ഇനി ഡിവിഡന്റ് മൈനസ് ചെയ്യുക. അപ്പൊ റിഡക്ഷൻ ഇൻ കറന്റ് കോസ്റ്റ് റിട്ടേൺ ഏർണിങ്സ് കിട്ടും. ഇങ്ങനെയാണ് ഈ CCA മെത്തേഡില് ഇൻകം സ്റ്റേറ്റ്മെന്റ് മാറ്റി വരയ്ക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിലാണ് അവിടുത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മാറ്റി വരയ്ക്കുന്നത് നോക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യൻ നോക്കുക, ഫിഗേഴ്സ് നോക്കുക. PPT കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യൻ ഫിഗേഴ്സ്. ഇവിടെ എങ്ങനെയാണ് മാറ്റി വരയ്ക്കുന്നത് നോക്കാം CCA മെത്തേഡിൽ കേട്ടോ. അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇതൊക്കെ ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് ലെവൽ ചേഞ്ചസ് ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സസ് ആണ്. ഇതെല്ലാം നോക്കുക. ഓക്കെ. അപ്പൊ CCA ബേസിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? അപ്പൊ ആദ്യം സെയിൽസ് 3,60,000 ആണ് സെയിൽസ് എഴുതി. പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ഇൻട്രസ്റ്റ്, അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ കിട്ടിയ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സേഷൻ 29,000. അതിന് CCA അഡ്ജസ്റ്റ്മെന്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെന്റ് ആദ്യം മൈനസ് ചെയ്യണം. അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെന്റ് വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിക്കുക. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം അത് ആവറേജ് ഇൻഡെക്സ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഇക്വേഷൻ എന്താ?
ഓപ്പൺ സ്റ്റോക്കിന്റെ കൂടെ പർച്ചേസ് കൂട്ടി ക്ലോസ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. ഓപ്പൺ സ്റ്റോക്ക് 36,000. അതിനെ മാറ്റം വരുത്തുക. ആ ഇൻഡെക്സ് ഉപയോഗിച്ച്, ആവറേജ് ഇൻഡെക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. നോട്ട് ചെയ്യുന്നത് 135, അതാണ് ആവറേജ്. 135 ആവറേജ് ആണ് യൂസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആവറേജ് ഫോർ ഒക്ടോബർ ഡിസംബർ 120 ആണ്. ആവറേജ് ഫോർ 1990 135 ആണ്. അപ്പൊ 135/120. അപ്പൊ അതാണ് ഈ പർച്ചേസിംഗ് പവർ അനുസരിച്ച് പുതിയ ഓപ്പൺ സ്റ്റോക്കിന്റെ എമൗണ്ട്. പർച്ചേസ് കൂട്ടി, പർച്ചേസ് അങ്ങനെ തന്നെ എഴുതുക. പർച്ചേസ് കിട്ടുക 2 lakh. ഈ മെത്തേഡിൽ പർച്ചേസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ 2,40,500 കിട്ടും. അന്ന് ക്ലോസ് സ്റ്റോക്ക്, അത് ക്ലോസ് സ്റ്റോക്ക് ആവറേജിൽ എടുക്കേണ്ടത്. അപ്പൊ ആവറേജ് എടുക്കുമ്പോൾ അവിടെ ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഡിസംബർ 1990 അതിലെ ക്ലോസിംഗ് 100, അതിലത്തെ ഇൻഡെക്സ് 140 ആണ്. പിന്നെ 1990 ഇൻഡെക്സ് 135 ആണ്. അവ രണ്ട് ആവറേജ് എടുക്കേണ്ടത്. അപ്പൊ 135/140 അങ്ങനെ എടുക്കുക. അത് ഇൻറ്റു ക്ലോസ് സ്റ്റോക്ക് 52,000. അപ്പൊ കിട്ടുക 50,143. അപ്പോ COSA കിട്ടി. COSA കിട്ടാൻ ഇനി ഇപ്പൊ കിട്ടിയിരിക്കുന്ന കറന്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ആ കറന്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് 1,90,357 ആണ്. ഇതാണ് പുതിയ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി പഴയ കോസ്റ്റ് ഓഫ് സെയിൽസ് നോക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നുണ്ട്. അത് 1,84,000 ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 6,357. അപ്പൊ അത് കാണിക്കാം. കണ്ടോ, 6,357. ഇനി ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് അത് കണ്ടുപിടിക്കണം. ആ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഇത് രണ്ടും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് അത് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ വർക്കിംഗ് നോട്ടില് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുക. ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ആവറേജ് കറന്റ് കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. 3,10,000 3,50,000 രണ്ട് പീരീഡിലെ ഫിക്സ്ഡ് അസറ്റ് കൂട്ടിയുടെ ആവറേജ് കാണാം 3,30,000. പിന്നെ ആ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന ഡിപ്രിസിയേഷൻ എത്ര നോക്കുക. അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ എത്ര ഡിപ്രിസിയേഷൻ കാണിച്ചിരുന്നത്? ക്വസ്റ്റ്യനിൽ കാണിച്ചിരുന്ന ഡിപ്രിസിയേഷൻ അതല്ല ഇവിടെ വരിക. അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കിട്ടുക 33,000 ആണ്. ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന ഒറിജിനൽ കോസ്റ്റ് 2 lakh ആയിരുന്നു. ക്വസ്റ്റ്യനിൽ കാണിച്ചിരുന്നത് ആ 2 lakhന്റെ മേലുള്ള ഡിപ്രിസിയേഷൻ അതാണ് അവിടെ കാണിച്ചിരിക്കുക. 2 lakhന്റെ 10% ആണ്. 2 lakhന്റെ 10%, 10 year അല്ലേ, അങ്ങനെ 10% വന്നു. 2 lakh/10 20,000. അവിടെ 20,000. ഇവിടെ കിട്ടുക ഈ 3,30,000 10%. അപ്പൊ 33,000. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 13,000. അതാണ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അത് കിട്ടി, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് കിട്ടി. അപ്പൊ 19,357 മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കറന്റ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത് കിട്ടുക 9,643 കിട്ടും. ഇനി ചെയ്യേണ്ടത് അതിന്റെ കൂടെ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്. ആ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കൂട്ടുകയാണ് വേണ്ടത്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് പേയബിൾ. ആ ഇൻട്രസ്റ്റ് പേയബിൾ ചേഞ്ച് ഒന്നും വരുത്തല്ല കേട്ടോ. 5,000 അങ്ങനെ എഴുതുക. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിക്കുക. അതിന്റെ ഇക്വേഷൻ 1/3 ഓഫ് COSA പ്ലസ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ കിട്ടുക 6,357 പ്ലസ് 13,000. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ 1/3 ആണ്. അപ്പൊ 6,452 കിട്ടും. 6,452 അതവിടെ കാണിക്കുക. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആണത്. ഇൻട്രസ്റ്റ് പേയബിൾ മൈനസ് ചെയ്യുക. അപ്പൊ 1,552 മൈനസ് ചെയ്യുക. അല്ല, 6,452 5,000 മൈനസ് ചെയ്യുമ്പോൾ 1,552 കിട്ടും. അത് കൂട്ടി കാണിക്കുക. അത് കറന്റ് കോസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ 11,095 കിട്ടും. ഇതൊന്നും ഇൻകം ടാക്സിന്റെ എമൗണ്ട്. അതിലൊന്നും മാറ്റം വരുത്താനില്ല കേട്ടോ. ഈ മെത്തേഡ് അനുസരിച്ച് അതിൽ മാറ്റം വരുത്തുന്ന ആവശ്യമില്ല. ടാക്സേഷൻ എമൗണ്ട് 10,000 ആണ്. ആ 10,000 മൈനസ് ചെയ്യുമ്പോൾ 1,095 കിട്ടും. അത് കറന്റ് കോസ്റ്റ് ആഫ്റ്റർ ടാക്സേഷൻ ആണ്. അതൊന്ന് ഡിവിഡന്റ്, അതിൽ മാറ്റം വരുത്താനില്ല. അത് 9,000 ആ ഡിവിഡന്റ് മൈനസ് ചെയ്യുക. അപ്പൊ കിട്ടുക റിഡക്ഷൻ ഇൻ കറന്റ് കോസ്റ്റ് റിട്ടേൺ ഏർണിങ്സ് 7,905 കിട്ടും. ഇതാണ് ഇവിടെ ഈ മെത്തേഡ് അനുസരിച്ച്, CCA മെത്തേഡ് അനുസരിച്ച് ഇൻകം സ്റ്റേറ്റ്മെന്റ് മാറ്റിവരച്ചപ്പോ കിട്ടിയ റിട്ടേൺ ഏർണിങ്സ്. റിഡക്ഷൻ ഇൻ കറന്റ് കോസ്റ്റ് റിട്ടേൺ ഏർണിങ്സ് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നല്ല, അവിടെ ചേഞ്ച് വന്നു.
റിഡക്ഷൻ ഇൻ കറന്റ് കോസ്റ്റ് റിട്ട് ഏർണിങ്സ് 7,905 കിട്ടി. നേരത്തെ ഉണ്ടായിരുന്ന റിട്ട് ഏർണിങ്സ് 7,000 ആണ്. ഇവിടെ റിഡക്ഷൻ വന്നു കേട്ടോ. റിഡക്ഷൻ ഇൻ കറന്റ് കോസ്റ്റ് റിട്ട് ഏർണിങ്സ് അത് കിട്ടുക 7,905 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാറ്റി വരയ്ക്കേണ്ടത്. നേരത്തെ കിട്ടിയത് 7,000 റിട്ടേൺ പ്രോഫിറ്റ് ആയിരുന്നു. ഇവിടെ റിട്ടേൺ പ്രോഫിറ്റ്, ആ 7,000 റിട്ടേൺ പ്രോഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ലോസിലേക്ക് പോവാണ്. അത് 7,905 എന്ന ലോസിലേക്ക് പോയി. അപ്പൊ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ കിട്ടിയ 7,000 പ്രോഫിറ്റ് ലോസിലേക്ക് പോയി, അത് 7,905 പോയി. ഓക്കെ, താങ്ക് യു.